Call is now being recorded. This call is now taking notes. PPT കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പൊ നമ്മള് സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് അഡിക്റ്റീവ് ഡിസോർഡേഴ്സിന്റെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മൊത്തം കണ്ടിരുന്നു നമ്മള്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്താണ്, പിന്നെ പ്രധാനപ്പെട്ട ക്ലാസ് ഓഫ് ഡ്രഗ്സ് ഏതൊക്കെയാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നോക്കിയിരുന്നു. നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ഒക്കെ പഠിച്ചു പോവാം. ഇതിലുള്ള ടേംസ് ശ്രദ്ധിക്കാം. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു യൂസ്, മിസ്യൂസ്, അബ്യൂസ്, ടോളറൻസ്, ഡിപ്പെൻഡൻസ്, അഡിക്ഷൻ, ഇങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അതുപോലെ ഒരാളുടെ ഡ്രഗിന്റെയോ ആൽക്കഹോളിന്റെയോ അല്ലെങ്കിൽ അഡിക്റ്റീവ് ആയിട്ടുള്ള ഏത് സബ്സ്റ്റൻസിന്റെയും അഡിക്ഷനിലേക്ക്, ആ ഒരു പല പല ലെവലിലൂടെ അഡിക്ഷനിലേക്ക് എത്തുന്നതിന് കുറച്ച് സ്റ്റേജസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. സ്റ്റേജസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ, സ്റ്റേജസ് ഓഫ് ഡ്രഗ് യൂസ്, അതങ്ങനെ ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടില്ലെങ്കിലും ആ സ്റ്റേജസിലുള്ള പല പല വേർഡ്സ് ആണ് ഈ പറഞ്ഞ യൂസ്, മിസ്യൂസ്, അബ്യൂസ്, ടോളറൻസ്, ഡിപ്പെൻഡൻസ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ടേംസും അതിന്റെ ഡെഫിനേഷൻസ് ഒക്കെ നോക്കാം. യൂസ് എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. യൂസ് എന്ന് വെച്ചാൽ ഒരു കാര്യം യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാം. യൂസ് ആക്ച്വലി ഒരു മോശം വേർഡല്ല. നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു കാര്യം ഉപയോഗിക്കുന്നു, അല്ലെ ആ കാര്യത്തിന് പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു മറ്റൊരാൾക്ക് ഹെൽപ്പ് ആവുന്നതിനോ നമുക്ക് തന്നെ ഹെൽപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനത്തിനെ ഉപയോഗിക്കാം. അപ്പൊ ഡ്രഗ്സ് ആക്ച്വലി നമ്മൾ ഇപ്പൊ പറയുന്ന അഡിക്ഷൻ ഉണ്ടാക്കുന്ന പല ഡ്രഗ്സും അതിലുള്ള പല ക്ലാസ് ഓഫ് ഡ്രഗ്സും പലപ്പോഴും ക്യാൻസർ ട്രീറ്റ്മെന്റിന് പെയിൻ കില്ലേഴ്സ് ആയിട്ട്, അനസ്തെറ്റിക്സ് ആയിട്ട്, അതായത് ഓപ്പറേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ, സർജറി ഒക്കെ ചെയ്യണമെങ്കിൽ പെയിൻ അധികം മനസ്സിലാവാനൊക്കെ വേണ്ടിയിട്ട് അനസ്തേഷ്യ ചെയ്യുമല്ലോ, മയക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. അപ്പൊ ഡ്രഗ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ യൂസിനുള്ള ഒരു കോമ്പണന്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പെയിൻ കില്ലർ ആയിട്ട്, അനാൽജസിക് ആയിട്ട്, അനസ്തേഷ്യക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല, അത് ലീഗലാണ് അങ്ങനെ യൂസ് ചെയ്യാൻ. ബട്ട് അത്തരത്തിലുള്ള ചില ഡ്രഗ്സിനൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട്. അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് അത് അഡിക്റ്റീവ് ആണ് എന്നത്. അഡിക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില മരുന്നുകൾ ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ അത് ആ മരുന്നിന്റെ കോമ്പണന്റിന്റെ ഒരു ഭാഗം ഈ പെയിൻ കില്ലർ ആയിട്ടോ അനസ്തേറ്റിക് ആയിട്ടോ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബ്രെയിനിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു ഡോപ്പമിൻ റിവാർഡ് സിസ്റ്റത്തിനെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ വർക്ക് ചെയ്തിട്ട് അഡിക്ഷനിലേക്ക് നയിക്കും. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഭയങ്കര ഡോപ്പമിൻ ഹിറ്റ് ഉണ്ടാക്കുന്ന ഭയങ്കര പ്ലഷറിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് അതൊക്കെ ചെയ്യുന്നത് വിക്ടമിന്. പക്ഷെ ഇത് ലോങ് ലാസ്റ്റിംഗ് ടേമിൽ, ലോങ് ടേമിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ബ്രെയിനിലും നമ്മുടെ മറ്റ് അവയവങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മൾ അഡിക്ഷൻ ഉള്ള ആളായിട്ട് മാറും, അഗ്രസീവ് ആവും, വയലന്റ് ആവും, ഒക്കെ പ്രശ്നങ്ങളുണ്ട്. കുടുംബമൊക്കെ നശിക്കും, പലതും ഉണ്ടാകും. അപ്പൊ ഡ്രഗ് മിസ്യൂസ് മുതലാണ് പ്രശ്നം. കത്തി നമുക്ക് പച്ചക്കറി അരിഞ്ഞിടാൻ യൂസ് ചെയ്യാം, കത്തി നമുക്ക് ഒരാളെ കൊല്ലാൻ വേണ്ടി മിസ്യൂസ് ചെയ്യാം, അല്ലെ? അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം. മിസ്യൂസ് എന്ന് പറയുന്നത് ഞാൻ ഡിഫൈൻ ചെയ്യുന്നതാണ് യൂസ് ഓഫ് എ സബ്സ്റ്റൻസ് ഫോർ എ പർപ്പസ് നോട്ട് കൺസിസ്റ്റന്റ് വിത്ത് ലീഗൽ ഓർ മെഡിക്കൽ ഗൈഡ് ലൈൻസ്. നിയമപരമായിട്ടുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് പാലിക്കാത്ത രീതിയിൽ, അതിനോടെതിരെ നിൽക്കുന്ന രീതിയിൽ അനാവശ്യമായിട്ടോ ആവശ്യത്തിൽ കൂടുതലോ ഒക്കെ ഒരു സബ്സ്റ്റൻസ് യൂസ് ചെയ്താൽ അത് ഡ്രഗ് മിസ്യൂസ് ആണ്. ഡിഫൈൻഡ് ആസ് ദ യൂസ് ഓഫ് എ സബ്സ്റ്റൻസ് ഫോർ എ പർപ്പസ് നോട്ട് കൺസിസ്റ്റന്റ് വിത്ത് ലീഗൽ ഓർ മെഡിക്കൽ ഗൈഡ് ലൈൻസ്. പലപ്പോഴും പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് ഒക്കെയാണ് ഡ്രഗ് മിസ്യൂസിന്റെ കേസിൽ ഉണ്ടാവാറ്. പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ യൂസിനുള്ള മെഡിസിൻസ് ആണ്, പെയിൻ കില്ലർ ആയിട്ട്, അനസ്തേഷ്യ ഒക്കെ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ്. അത് അതിനു വേണ്ടി അല്ലാതെ കള്ളക്കടത്ത് വഴിയോ ഹോസ്പിറ്റൽസിൽ നിന്ന് മോഷ്ടിച്ചിട്ടോ, ചില ന്യൂസൊക്കെ നമ്മൾ കാണാറുണ്ട്. ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ അവിടുത്തെ ഫാർമസിയിൽ ഇങ്ങനത്തെ മരുന്നുകൾ വിറ്റിട്ട് പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ കാര്യമാണ് മിസ്യൂസ് എന്ന് പറയുന്നത്. മിസ്യൂസിൽ എന്തൊക്കെ വരും? ഇൻകറക്റ്റ് ഡോസ്, ഒരു പെയിൻ കില്ലർ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഡോസിലായിരിക്കും, ആ ഡോസിനേക്കാൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് അഡിക്റ്റീവ് ആവും, അഡിക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇൻകറക്റ്റ് ഡോസിൽ, ആവശ്യത്തിൽ കൂടുതൽ ഡോസിൽ എടുക്കുക, പറഞ്ഞ സമയത്തല്ലാതെ
ഇത്ര ഗ്യാപ്പിലാണ് ആ മരുന്ന് എടുക്കേണ്ടത്. അപ്പൊ ആ മരുന്ന് എടുക്കേണ്ട ഗ്യാപ്പ് പാലിക്കാണ്ട് പെട്ടെന്ന് എടുക്കുക. പിന്നെ കൃത്യമായിട്ട് ഡോസ് എടുക്കാണ്ട് നിൽക്കുന്നത് മിസ്യൂസ് ആണ്. അതെന്തുകൊണ്ടാ വെച്ചാൽ അതിനും ഈ പറഞ്ഞ പോലെ കൃത്യസമയത്ത് കറക്റ്റ് ലെവലിൽ എടുക്കാതിരുന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ആ സമയത്ത് കിട്ടാത്തതുകൊണ്ട് അതിനോടുള്ള ഒരു എക്സ്ട്രാ കൂടുതൽ ഡോസ് പിന്നെ എടുക്കേണ്ട ആവശ്യം വരുന്ന സംഭവം ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒരു ഡ്രഗിന്റെ യൂസ് വളരെ പെട്ടെന്ന് നിർത്തിക്കളയാം. ആന്റിബയോട്ടിക്സിന്റെ കേസിൽ ഡോക്ടർമാർ പറയും ഇത്ര ദിവസം കഴിക്കണം കണ്ടിന്യൂസ് ആയിട്ട് എന്നൊക്കെ പറയും. അപ്പൊ ചില ആൾക്കാർ 2 ദിവസം കഴിക്കുമ്പോഴേക്കും കുറച്ചൊന്ന് പനിയൊക്കെ കുറഞ്ഞ പോലെയൊക്കെ തോന്നുമ്പോൾ നിർത്തിക്കളയും. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ മൊത്തമായിട്ട് ഉള്ളിലത്തെ മൈക്രോബ്സ് മരിച്ച് ചത്തിട്ടുണ്ടാവില്ല, ആന്റിബയോട്ടിക്സ് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ള മൈക്രോബ്സ് കുറച്ചൊക്കെ ബാക്കി വന്നിട്ട് മൈക്രോബ്സ് കൂടുതൽ റെസിസ്റ്റന്റ് ആവുകയൊക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ ബ്രെയിനിൽ ഡ്രഗ്സിനും ഈ റെസിസ്റ്റൻസ് ഉണ്ടാവും, ടോളറൻസ് ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് ഒരു മെഡിക്കൽ ഡ്രഗ് പെട്ടെന്ന് നിർത്തിയാൽ. പിന്നെ പ്രിസ്ക്രൈബ് ചെയ്ത റീസണിന് അല്ലാതെ വേറെ റീസൺസിനൊക്കെ വേണ്ടിയിട്ട് ഡ്രഗ് യൂസ് ചെയ്യാം. പെയിൻ കില്ലർ ആയിട്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത മെഡിസിൻ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്താലും ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടി വെറുതെ യൂസ് ചെയ്യുന്നതൊക്കെ മിസ്യൂസ് ആണ്. നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത മെഡിസിൻ നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യുന്നത് മിസ്യൂസ് ആണ്. മിസ്യൂസ് എന്ന് വെച്ചാൽ ലീഗൽ ഓർ മെഡിക്കൽ പർപ്പസിന് വേണ്ടി അല്ലാതെ ഒരു ഡ്രഗ് ഓർ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നതിനാണ് മിസ്യൂസ് എന്ന് പറയുന്നത്. അത് ആൽക്കഹോൾ മിസ്യൂസും ഉണ്ട്, ഡ്രഗ് മിസ്യൂസും ഉണ്ട്, സബ്സ്റ്റൻസ് മിസ്യൂസും ഉണ്ട്. ഇനി അബ്യൂസ് എന്താണ്? ഇപ്പൊ യൂസ് മിസ്യൂസ് കഴിഞ്ഞാൽ ഇനി അബ്യൂസ് എന്താണ്? ഡ്രഗ് അബ്യൂസ് എന്താന്ന് വെച്ചാൽ ആൽക്കഹോളോ മറ്റെന്തെങ്കിലും ഇല്ലീഗൽ ഡ്രഗ്സോ അല്ലെങ്കിൽ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസോ പലതരത്തിലുള്ള ക്ലാസ് ഓഫ് സബ്സ്റ്റൻസസ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഡ്രഗ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മിസ്യൂസ് ചെയ്യാണ്. എന്ത് കിട്ടാൻ? ഒരു കിക്ക് കിട്ടാൻ, ഒരു ലഹരിക്ക് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിസ്യൂസ് ഫോർ എ ഹൈ, ഫോർ ഗെറ്റിംഗ് എ ഹൈ, ലഹരി കിട്ടാൻ വേണ്ടിയോ സെൽഫ് ഹാം ചെയ്യാൻ വേണ്ടിയോ നമ്മളെ നശിപ്പിക്കാൻ തന്നെ വേണ്ടിയോ ഒക്കെ ഒരു ഡ്രഗ് മിസ്യൂസ് ചെയ്യുന്ന ലെവൽ. മിസ്യൂസ് ആണ് എന്തിന്? പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട്, ഹൈ കിട്ടാൻ വേണ്ടി, ഒരു കിക്ക് കിട്ടാൻ വേണ്ടി, ലഹരിക്ക് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യുന്നതാണ് അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്നും പറയും. അപ്പൊ അബ്യൂസ് ലെവലിൽ എത്തുമ്പോഴാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ആകുന്നത്. ഈ അബ്യൂസിന്റെ ഏറ്റവും ഹയസ്റ്റ് ഫോമാണ് അഡിക്ഷൻ. സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിന്റെ ഏറ്റവും ഹയസ്റ്റ് ഫോമാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. സോ അബ്യൂസ് ആവുന്ന സമയം മുതൽ അയാളുടെ ബോഡി ഫങ്ഷൻസ്, തിങ്കിങ് ഒക്കെ മാറി തുടങ്ങും. അബ്യൂസ് ആവുമ്പോൾ നമ്മൾ പറയുന്നപ്പോഴാണ് അയാളുടെ തിങ്കിങ്, അയാളുടെ കോഗ്നിഷൻ പ്രശ്നം വരും, മെമ്മറി പ്രശ്നം വരും, ബോഡി റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഒക്കെ ചെയ്യുമ്പോൾ അബ്യൂസ് ലെവലിൽ എത്തി എന്നറിയാം. അതിന് എക്സ്ട്രീം സിവിയർ ഫോമാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രഗ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഡോസ് മതിയാവാതെ വരും, ആ ഒരു ലെവൽ പോരാതെ വരും കിക്ക് കിട്ടാൻ, ഹൈ ആവാൻ, പ്ലഷർ കിട്ടാൻ. അപ്പൊ എന്ത് സംഭവിക്കും? ബ്രെയിൻ എന്ത് ചെയ്യും? ഒരാൾ 1 ഗ്രാം വെച്ചിട്ടാണ് ഒരു ഡ്രഗ് യൂസ് ചെയ്തെന്ന് വിചാരിക്കാം. അത് അബ്യൂസ് ലെവലിലേക്ക് എത്തുമ്പോഴേക്കും സ്ഥിരമായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ബ്രെയിൻ അതിനോട് ടോളറൻസ് ഉണ്ടാവും. ടോളറൻസ് എന്ന് വെച്ചാൽ physiological or psychological condition in which there is a need for increased amount of substance to achieve the previously achieved effects. അതായത് നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കിക്ക്, ഒരു ലഹരി, ആ ഒരു ലഹരി കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. അപ്പൊ ആ സുഖം അല്ലെങ്കിൽ ആ ലഹരിയുടെ ലെവല് കിട്ടാൻ വേണ്ടിയിട്ട് മുന്നേ എടുത്തിരുന്ന ഡോസ് മതിയാവാതെ വരും. അപ്പോൾ അതിനേക്കാളും കൂടുതൽ എമൗണ്ട് വേണ്ടി വരും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ടോളറൻസ്. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മുടെ ബോഡി ആൻഡ് ബ്രെയിൻ ഈ ഓൾറെഡി എടുത്തുകൊണ്ടിരുന്ന ഡോസിനോട് യൂസ്ഡ് അപ്പ് ആവും, അതിനോട് അക്കോമഡേറ്റഡ് ആവും, അതിനോട് എന്ത് സംഭവിക്കും? ടോളറൻസ് ഉണ്ടാവും. അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടോളറൻസ് ഉള്ള വേർഡ് ഒരു നോർമൽ ലെവലിൽ ആലോചിക്കാം. നമുക്ക് തീരെ പറ്റാണ്ടിരുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ചില നോയ്സ് ഒക്കെ. ബട്ട് നമ്മുടെ സ്ഥലത്ത് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ കുറച്ച് നോയ്സ് കൂടുതലുണ്ട്, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ആദ്യമൊക്കെ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ സിറ്റിയിലൊക്കെ ഭയങ്കര ചൂടത്ത് ഭയങ്കര വരുത്തും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി അതായിട്ട് അഡാപ്റ്റ് ആവും. പിന്നെ വലിയ പ്രശ്നമായിട്ട് അങ്ങനെ പോകും, കുഴപ്പമില്ല, ഇപ്പോൾ അഡാപ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവമാണ് ടോളറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിൻ ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്ന ലെവൽ ഓഫ് ഡ്രഗിനോട് അഡാപ്റ്റ് ആയിട്ട് അതിൽ പിന്നെ ഒരു എഫക്റ്റും ഇല്ലാണ്ടാവും. അപ്പൊ ആ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യും? അതിന്റെ ഡോസ് കൂട്ടും, അതിന്റെ എമൗണ്ട് കൂട്ടും. 100 മില്ലി കുടിച്ചിട്ട് കുഴപ്പമില്ലാത്തൊരു സുഖം കിട്ടിയ ആൾക്ക് പിന്നെ 100 മില്ലി മതിയാവുണ്ടാവും, 200 മില്ലി ആവും, പിന്നെ അത് വലിയ കുപ്പി അടക്കം തന്നെ കുടിക്കേണ്ട അവസ്ഥ വരും ആ കിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണ് ആൾക്കാർ സിവിയർ യൂസിലേക്ക് പോകുന്നത്. ആ സിവിയർ യൂസിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന അടുത്ത സ്റ്റേജ് ആണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിപ്പെൻഡൻസ് എന്ന് വെച്ചാൽ അയാൾ ആ ഡ്രഗിനോടോ ആ ആൽക്കഹോളിനോടോ ആ സബ്സ്റ്റൻസിനോടോ അയാളുടെ ബോഡി ആൻഡ് ബ്രെയിൻ ഡിപ്പെൻഡന്റ് ആണ്. ബട്ട് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഫീൽസ് ലൈക്ക് ദേ കനോട്ട് ഫങ്ഷൻ നോർമലി വിത്തൗട്ട് ദ യൂസ് ഓഫ് ദ സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസ് ഉപയോഗിക്കാതെ അയാളുടെ ബോഡിക്ക് പിന്നെ മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ആ സബ്സ്റ്റൻസ് ഉപയോഗിക്കാൻ നിർത്തിക്കഴിഞ്ഞാൽ അയാളുടെ ബോഡി ഷിവർ ചെയ്യാൻ തുടങ്ങും, ഛർദ്ദിക്കാൻ തുടങ്ങും,
തലവേദന ഉണ്ടാവും, ഒരാൾക്ക് ഫംഗ്ഷൻ ചെയ്താൽ ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിരിക്കും. സോ അത് അയാൾക്ക് ആ ഡ്രഗ് കിട്ടിയാലേ പിന്നെ ബോഡി മര്യാദയ്ക്ക് വർക്ക് ചെയ്യുള്ളൂ. അതിനാണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അയാളുടെ ബോഡി അയാളുടെ നോർമൽ ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിന് അയാളുടെ ബോഡിക്ക് ഈ ഡ്രഗിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ബോഡിക്ക് അത് ഇല്ലാണ്ട് പറ്റാത്തൊരവസ്ഥ വരും. കാരണം അങ്ങനെ നമ്മുടെ നോർമൽ ഫംഗ്ഷനിങ് നമ്മുടെ ബ്രെയിനിലെ റിസപ്റ്റേഴ്സ് ഒക്കെ ആ ഡ്രഗുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ഡ്രഗ് ഡിപ്പെൻഡൻസ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ട്, ഫിസിക്കൽ ഓർ ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഫിസിക്കൽ ഓർ ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഡിപ്പെൻഡൻസ് ആണ്. നമ്മുടെ ബോഡി ചിതറിയ, പിന്നെ വയറുവേദനിക്കുക, ഭയങ്കര ഉള്ളിൽ നിന്ന് പെയിൻ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഫിസിക്കൽ ഓർ ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസ്. സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് നമുക്ക് തോന്നലാണ്, ഇല്ലാണ്ട് പറ്റുന്നില്ല, എന്ത് ചെയ്യണമെങ്കിൽ അത് വേണം, അതുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള തോന്നൽ. നമ്മുടെ സൈക്കോളജിക്കലി നമ്മൾ അത് നമ്മുടെ തോട്ട്സിൽ മൊത്തം അതായിരിക്കും. നമ്മൾ എപ്പോഴും അതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചു കൊടുക്കുന്നു, അത് വേണം ചിന്തിക്കുന്നു, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുന്നു. മൊത്തം നമ്മുടെ തോട്ട്സ്, കോഗ്നിഷൻ, മെമ്മറി മൊത്തം അതിനെ കുറിച്ചായിട്ട് മാറും. ഇതാണ് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്പെൻഡൻസിനെ വേറെ തരത്തിൽ ഡിഫൈൻ ചെയ്യാം, വിച്ച് ഇസ് എ സ്ട്രോങ് ഡിസയർ or sense of compulsion to take a substance, and there is a difficulty in controlling its use. പിന്നെ ഫിസിയോളജിക്കൽ വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. ഡിപ്പെൻഡൻസിൽ എന്തുണ്ടാവും? വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. വിത്ഡ്രോവൽ സിംറ്റംസ് ഒരു പ്രാവശ്യം 2 മാർക്കിൽ ചോദിച്ചിട്ടുണ്ട്. വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും എപ്പോൾ? ഡിപ്പെൻഡൻസിലായ ഒരാൾക്ക് വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. അതിന്റെ യൂസ് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതിനോട് എപ്പോഴും ഒരു ഡിസയർ ഉണ്ടാവും, ആ സാധനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസയർ ഉണ്ടാവും, ഒരു കമ്പൾസീവ് ഡിസയർ ഉണ്ടാവും, കമ്പൾസീവ് ബിഹേവിയർ ഉണ്ടാവും എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഡ്രഗിനോട് ടോളറൻസും ഉണ്ടാവും. സോ ഡിപ്പെൻഡൻസ് എത്തുന്നത് ടോളറൻസ് കഴിഞ്ഞിട്ടാണ്. ടോളറൻസ് ലെവൽ കൂടി കഴിഞ്ഞിട്ട് പിന്നെയും അതിന്റെ അളവ് കൂട്ടി കൊണ്ടുവരുമ്പോൾ ഡിപ്പെൻഡൻസ് ഉണ്ടാവുക. ഓക്കെ, അയാൾക്ക് മറ്റ് സന്തോഷം തന്നിരുന്ന ഫ്രണ്ട്സിനോട് കറങ്ങാൻ പോവാം, പുസ്തകം വായിക്കുക, സിനിമ കാണുക, വെറുതെ നടക്കാൻ പോവാം, അങ്ങനത്തെ ഒരു കാര്യങ്ങളിലും പിന്നെ അയാൾക്ക് പ്ലഷർ കിട്ടാണ്ടാവും ഡിപ്പെൻഡൻസ് ലെവലിലേക്ക് എത്തുന്നത്. കാരണം എന്ത് നടക്കണമെങ്കിലും അയാൾക്ക് ഈ ഡ്രഗ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് പ്രശ്നം വരുന്നത്. വിത്ഡ്രോവൽ എന്ന് വെച്ചാൽ എന്താണ്? വിത്ഡ്രോവൽ എന്ന് വെച്ചാൽ ഫിസിക്കൽ സിംറ്റംസ് സച്ച് ആസ് സ്വെറ്റിംഗ്, ട്രെമേഴ്സ്, ഷിവേഴ്സ്, നോസിയ, ടെൻഷൻ, ഹെഡേക്സ് that accompany abstinence from a drug. വിത്ഡ്രോവൽ എന്ന് പറയുന്നത് ഒരാൾ ഒരു ഡ്രഗിൽ നിന്നും വിത്ഡ്രോ ചെയ്യുമ്പോൾ, അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, അത് ഉപയോഗിക്കാണ്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫിസിക്കൽ സിംറ്റംസ് ആണ് വിത്ഡ്രോവൽ സിംറ്റംസ്. വിത്ഡ്രോവൽ എന്ന് പറയുന്നത് നമ്മൾ വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. വിത്ഡ്രോവൽ എന്ന് പറയുന്നത് എന്താണ്? ഒരാളൊരു ഡ്രഗ് ഉപയോഗിക്കാതെ മാറി നിൽക്കുമ്പോൾ, അത് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്വെറ്റിംഗ്, നല്ലോണം വേർക്കും, അല്ലാണ്ട് വേർക്കാൻ തുടങ്ങും, ട്രെമേഴ്സ്, ബോഡി ഷിവർ ചെയ്യുക, കൈ വറക്കുക, പിന്നെ നോസിയ എന്ന് വെച്ചാൽ ഛർദ്ദിക്കാനുള്ള തോന്നല്, പിന്നെ ടെൻഷൻ, എപ്പോഴും ഇറിറ്റബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അഡിക്ഷൻ എന്താണ്? അഡിക്ഷൻ എന്ന് പറയുന്നത് സിവിയർ ഫോം ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്. ഡ്രഗ് അഡിക്ഷൻ ഓൾസോ നോൺ ആസ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. അതിനെങ്ങനെ നമ്മൾ കണക്കാക്കുന്നത്? ആ ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ്, ഒരു ബ്രെയിൻ ഡിസോർഡർ ആണ്. അൺകൺട്രോളബിൾ യൂസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡിസ്പൈറ്റ് ഇറ്റ്സ് കോൺസിക്വൻസ്. അയാൾക്ക് അറിയാം അയാളുടെ ഡേ ടു ഡേ ലൈഫിന് ഇത് ബാധിക്കുന്നുണ്ട്, അയാൾക്ക് ഇറിറ്റബിലിറ്റി ഉണ്ട്, അയാൾക്ക് ഇത് ഡ്രഗ് കിട്ടാണ്ടാവുമ്പോൾ ഭയങ്കരമായിട്ട് ഷിവറിങ് ഉണ്ട്, നോസിയ ഉണ്ട്, ട്രെമേഴ്സ് ഉണ്ട്, ഹെഡേക്സ് വരുന്നുണ്ട്, അയാൾ ഭയങ്കര ഇറിറ്റബിൾ ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, അയാളുടെ ഭാര്യനോട് ചൂടാവുന്നുണ്ട്, മക്കളെടുത്ത് മര്യാദയ്ക്ക് പെരുമാറുന്നില്ല, അയാളുടെ ജോലിയിൽ അയാൾക്ക് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അയാൾക്ക് അറിയാം. ഇത് ഡ്രഗ് യൂസ് കൊണ്ട് സംഭവിക്കുന്നുണ്ടെന്നും അയാൾക്ക് അറിയാം. അയാൾ സോബർ ആയിരിക്കുമ്പോൾ, ഈ തലത്തിന് കെട്ടടങ്ങുമ്പോൾ അയാൾക്ക് ഇത് ചിന്തിക്കാൻ പറ്റിയെങ്കിലും പിന്നെയും കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ബോഡി വീണ്ടും അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അയാളുടെ ബ്രെയിൻ അതില്ലാണ്ട് പറ്റൂല എന്നുള്ള അവസ്ഥ വരും. ആ ലെവൽ ആണ് അഡിക്ഷനിൽ നടക്കുന്നത്. അപ്പൊ അഡിക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്ട്രീം കണ്ടീഷൻ ആണ്. നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ വലിയ വലിയ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോടും തൃശ്ശൂരും തിരുവനന്തപുരത്ത് ഓളമ്പാറയിലുള്ള മെന്റൽ ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ പോകുമ്പോൾ അഡിക്ഷൻ കേസസ് കാണാൻ പറ്റും. ഭയങ്കര സങ്കടമാണ് കാണുന്നത്. അവരുടെ കൂടെ അവരുടെ അമ്മ, ഭാര്യ, അവരുടെ കൂടെ നിന്നിട്ട് പലതും കാണേണ്ടി വരുന്നത്, കഷ്ടപ്പെടേണ്ടി വരുന്നത് കാണാം. അപ്പോൾ ഡ്രഗ് യൂസ്, ആൽക്കഹോൾ യൂസ്, അതൊക്കെ നമ്മൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുക, ലഹരി വിമുക്താവുക എന്നുള്ളത്. പലപ്പോഴും സിഗരറ്റിന് പോലും അഡിക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. സിഗരറ്റ് അഡിക്ഷൻ കാരണം ബുദ്ധിമുട്ടിയ ഒരു കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു സിഗരറ്റ് അഡിക്ഷൻ കേസ് വന്നിട്ടുണ്ട്. സോ ഇവർക്കൊക്കെ ഇത് നിർത്തണം എന്നുണ്ട്. ഈ സിഗരറ്റ് അഡിക്ഷൻ കൊണ്ടുപോയിട്ട് വന്നിട്ട് നിർത്തണം എന്നുണ്ട്, ഇത് മോശമാണെന്ന് ആൾക്കാരും പക്ഷെ പറ്റുന്നില്ല. അൺകൺട്രോളബിൾ യൂസ് ആണ്, അൺകൺട്രോളബിൾ ഡിസയർ ആണ്, കമ്പൾസീവ് ബിഹേവിയർ ആണ് അത് യൂസ് ചെയ്യണമെന്നത്. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പെട്ടെന്ന് ദേഷ്യം വരും, അത് ഉപയോഗിക്കേണ്ടെന്നൊക്കെ പറഞ്ഞാൽ കടി ചൂടാവും. ചിലപ്പോൾ നമ്മൾ വാർത്തയിലൊക്കെ കാണുന്ന കത്തിയൊക്കെ കത്ത് കുന്നുകളയും. അത് നല്ല കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സസ് ഇന്നലെ പറഞ്ഞു, ഓരോരോ ക്ലാസ്സസിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഡിപ്രസൻസും സെഡേറ്റീവ്സും തമ്മിലുള്ള, ഡിപ്രസൻസ് ഓർ സെഡേറ്റീവ്സ് പിന്നെ സ്റ്റിമുലൻസ്, ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒരു പ്രാവശ്യം 5 മാർക്കിന് ചോദിച്ചിരുന്നു. ബേസിക്കലി ഞാൻ മനസ്സിലാക്കേണ്ടത് ഡിപ്രസൻസ് എന്ന് വെച്ചാൽ എന്താണ്?
നമ്മുടെ നെർവ് സിസ്റ്റത്തിന് നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനിങ്ങിനെ ഡിപ്രസ് ചെയ്തല്ല, താഴ്ത്തി കളയുക. സെഡേറ്റീവ്സ് വെച്ച് എന്താണ്, ക്ഷീണിപ്പിക്കുക, സെഡേഷൻ കൊടുക്കുക. അപ്പോൾ എന്താണ്, അപ്പൊ ആ വേർഡ് തന്നെ ഉണ്ടല്ലോ, സപ്രസ് ഓർ സ്ലോ ഡൗൺ ദി ആക്ഷൻ ഓഫ് ഫംഗ്ഷനിങ് ഓഫ് നെർവ് സിസ്റ്റം ആണ് ഡിപ്രസൻസ് ഓർ സെഡേറ്റീവ്സ് ചെയ്യുന്നത്. അലേർട്ട്നെസ് കുറയ്ക്കും, ഫറ്റീഗ് ആൻഡ് ടയേർഡ്നെസ് ഉണ്ടാവും. ഡിപ്രസൻസ് സെഡേറ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ ഫറ്റീഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ക്ഷീണം, തളർച്ച. ടെൻഷൻ കുറയ്ക്കും, റിലാക്സ്ഡ് ഫീലിംഗ് ഉണ്ടാവും, ടയർഡ്നെസ് വരുത്തും. ഒരു സ്ലീപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഉറക്കം വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു സെഡേറ്റീവ്സ് കൊടുക്കാൻ പറ്റും. ആൽക്കഹോൾ, ഓപ്പിയേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഓപ്പിയം പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഓപ്പിയം എന്ന് പറയുന്ന ഡ്രഗ്, അതിൽ ഉണ്ടാക്കുന്ന മറ്റ് ഓപ്പിയം ഡെറിവേറ്റീവ്സ് ഒക്കെയാണ് ഓപ്പിയേറ്റ്സ് എന്ന്. ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്നത് ബാർബിറ്റൂറിക് ആസിഡ് എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന കുറെ ഡ്രഗ്സ് ആണ്. അപ്പോൾ ഡിപ്രസൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റിമുലൻസ്. സ്റ്റിമുലൻസ് എന്താണ് ചെയ്യുന്നത്, അത് നെർവ് സിസ്റ്റത്തിന്റെ ആക്ടിവേഷൻ ഓർ അതിന്റെ ഫംഗ്ഷനിങ്ങിനെ കൂട്ടുകയാണ് ചെയ്യാറ്, ഹൈ ആക്കുകയാണ് ചെയ്യാറ്. അപ്പൊ അലേർട്ട്നെസ് കൂടുകയാണ് ചെയ്യാം, സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യാം. അപ്പൊ ഫാറ്റീഗ്, ക്ഷീണം, തളർച്ച പോലത്തെ തോന്നലുകൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഉറക്കമില്ലാണ്ട് ഉണർന്നിരിക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കും. ഇപ്പൊ നമ്മള് ലോറി ഡ്രൈവേഴ്സ് ഒക്കെ ചിലപ്പോൾ ചില സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ മറ്റു ചില പൊടികളൊക്കെ ഉപയോഗിക്കുന്നത് ഈ അലർട്ട്നെസ് ഓണാണ്. അവരുടെ ഹാർട്ട് റേറ്റ് ഒക്കെ കൂടുമ്പോൾ കുറച്ച് അലർട്ടായിട്ട് തോന്നും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ റെഡ് ബുൾ പോലത്തെ ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുന്നത് സ്റ്റിമുലന്റ് ആയതുകൊണ്ടാണ്. അത് ചില ആൾക്കാരൊക്കെ പറയുന്നത്, അത് ക്ഷീണമൊക്കെ തോന്നാണ്ടിരിക്കാൻ, ഉറക്കം വരാണ്ടിരിക്കാൻ റെഡ് ബുൾ കുടിക്കും. റെഡ് ബുൾ ഒരു സ്റ്റിമുലന്റ് ആണ്, നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്നത്, സത്യത്തിന് ക്ഷീണം തോന്നില്ല. ഹൈഡ്രോൾ എന്ന് പറയുന്ന ഡ്രഗ് ഉണ്ട്, ഏഡിയസ്റ്റിക്കാർക്കൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഡ്രഗാണ്. കൊക്കൈൻ, ആംഫിറ്റമിൻ, മെത്താംഫിറ്റമിൻ ഒക്കെ എന്താണ്, സ്റ്റിമുലൻസ് ആണ്. ഇപ്പൊ ഡിപ്രസൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റിമുലൻസ്. ഒന്നറിയാമെങ്കിൽ മറ്റേത് നമുക്ക് അത് വെച്ച് എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു 3 പോയിന്റ് വെച്ചിട്ട് എക്സാമ്പിൾ അടക്കം എഴുതിയാൽ 5 മാർക്കിന്റെ ആൻസർ ആയി. ഓക്കെ, ഹാലുസിനോജൻസ് വെച്ച് എന്താണ്, ഹാലുസിനേഷൻസ് ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ് ഹാലുസിനോജൻസ്. സിമ്പിൾ ആയിട്ട് ആ പേര് തന്നെ ഉണ്ട്. അതിന് സൈക്കഡെലിക്സ് എന്ന് കൂടി പേര് പറയാറുണ്ട്. നമ്മുടെ പെർസെപ്ഷൻ, തോട്ട്സ്, ഫീലിങ്സ് ഒക്കെ ആൾട്ടർ ചെയ്ത് കളയും, അതിനെ ചേഞ്ച് ചെയ്ത്. ഇപ്പൊ നോർമലി ഉണ്ടാവുന്ന തോട്ട്സ്, പെർസെപ്ഷൻ, നമ്മുടെ ഫീലിങ്സിനൊക്കെ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഭയങ്കര എൻഹാൻസ് ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും, ഇല്ലാത്തതൊക്കെ ഉള്ള പോലെ തോന്നും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, അതിന്റെ പാത്വേനെ ഇടയിൽ കയറിയിട്ട് അതിനെ ഡിസ്ട്രക്ട് ചെയ്തിട്ടൊക്കെയാണ് ഈ ഭയങ്കര വിവിഡായിട്ട് ഹാലുസിനേഷൻസ് തോന്നിപ്പിക്കുന്നത്. സോ LSD, PCT, സിലോസൈബിൻ മഷ്റൂംസ്, MDMA ഒക്കെ എന്താണ്, ഹാലുസിനോജൻസ് ആണ്. ഇൻഹേലൻസ് വെച്ച് എന്താണ്, ഇൻഹേൽ ചെയ്തിട്ട് ലഹരി കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പം അതിന്റെ പുക മണക്കുക, അങ്ങനെയാണ് അതിലൂടെ ലഹരി കിട്ടുന്നത്. ഇൻഹേലൻസ്, സോൾവൻസ് ഉണ്ട്, അതായത് സൊല്യൂഷൻസ് പോലത്തെ, അത് കത്തിച്ചിട്ട് അല്ലെങ്കിൽ അത് ഇളക്കിയിട്ടൊക്കെ. പിന്നെ എയറസോൾസ് എന്ന് വെച്ചാൽ എന്താണ്, ചെറിയ നമ്മൾ ഈ സ്പ്രേ ഒക്കെ അടിക്കില്ല, അതായത് കുറച്ചൊരു വെള്ളം ഉണ്ട് പക്ഷെ അതൊരു സ്പ്രേ ആയിട്ട് വരുമ്പോൾ ഒരു അങ്ങനത്തെ ഇതിനാണ് എയറസോൾ എന്ന് പറയും. ലിക്വിഡ് ഇൻ എയർ സൊല്യൂഷൻ ആണ്. അപ്പോൾ അങ്ങനത്തെ ഇൻഹേലൻസ് എന്ത് സംഭവിക്കും, നമുക്ക് ഇൻടോക്സിക്കേഷൻ ഉണ്ടാകുന്ന ഒരു ഇൻടോക്സിക്കേഷൻ വെച്ചാൽ ഒരു കിക്ക് കിട്ടിയ ഒരു എന്താ പറയാ, അബോധാവസ്ഥ പോലത്തെ ഒരു അവസ്ഥ, പകുതി ബോധത്തിലുള്ള അവസ്ഥ. യൂഫോറിയ എന്ന് വെച്ചാൽ എന്താണ്, ഒരു എക്സ്ട്രീംലി ഹൈ ഹാപ്പിനെസ് പോലത്തെ ഫീലിംഗ്. ഹാലുസിനേഷൻ എന്ന് വെച്ചാൽ എന്താ, ഇല്ലാത്തതുള്ള പോലെ കാണാം. അപ്പൊ അങ്ങനത്തെയൊക്കെയാണ് ഇൻഹേലൻസ് ഉണ്ടാക്കുന്ന എഫക്ട്സ്. ഇപ്പൊ രണ്ടും എന്താണ്, ഈ പറഞ്ഞ ഹാലുസിനേഷൻസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ക്ലാസ് ആണ് ഹാലുസിനോജൻസും ഇൻഹേലൻസും. രണ്ടും റിയാലിറ്റീനെ ആൾട്ടർ ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. പക്ഷെ അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻഹേലൻസിന് ഭയങ്കര പൊട്ടന്റ് ഡേഞ്ചർ ഉണ്ട്. ഭയങ്കര ഒറ്റ അടിക്കുള്ള ഒരു യൂസ് തന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഒറ്റ യൂസ് തന്നെ ചിലപ്പോൾ ഹൈ യൂസ് ഒക്കെ ആണെങ്കിൽ ഡെത്ത് സംഭവിക്കാം എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ ഹാലുസിനോജൻസിലുള്ള ചില ഡ്രഗ്സിന് പറഞ്ഞ പോലെ എക്സ്ട്രീം ഹൈ ഡോസേജ് ഒക്കെ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ഒറ്റ യൂസിന് ചത്തുപോകും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത്. ഇപ്പൊ ഡിപ്രസൻസ് എന്താണ്, സെഡേറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ എനി പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ദാറ്റ് സ്ലോസ് ദി ആക്ടിവിറ്റി, ഡിപ്രസ് ചെയ്യുന്നു നിങ്ങളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റിനെ, നിങ്ങളുടെ അലേർട്ട്നെസ്സിനൊക്കെ കുറച്ച് കളയുന്ന ഡ്രഗ്സ് ആണ്, പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് ആണ് ഡിപ്രസൻസ് ഓർ സെഡേറ്റീവ്സ്. ഓപ്പിയോയിഡ്സ്, ബാർബിറ്റുറേറ്റ്സ്, ബെൻസോഡയസെപ്പിൻസ്, ഗാമ ഹൈഡ്രോക്സിബ്യൂട്ടറൈൻ എന്ന് പറഞ്ഞ ഡ്രഗ്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. സ്റ്റിമുലൻസ് എന്താണ്, അത് നമ്മൾ അപ്പേഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പേഴ്സ് നമ്മളെ അപ്പാക്കുന്ന, നമ്മളെ പൊന്തിക്കുന്ന, നമ്മുടെ അലേർട്ട്നെസ് കൂട്ടുന്ന, ഹൈ ആക്കുന്ന ഡ്രഗ്സ് ആണ് സ്റ്റിമുലൻസ്. അപ്പൊ അതെന്താ ചെയ്യുന്നത്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റിനെ കൂട്ടാണ് ചെയ്യുന്നത്. അതൊരു പ്ലസറബിൾ ആയിട്ടുള്ള ഫീലിങ്സ് വരും. പിന്നെ നമ്മുടെ ഫോക്കസ് ചെയ്യാനുള്ള അബിലിറ്റി, അലേർട്ട്നെസ് കൂടുമ്പോൾ നമ്മുടെ ഫോക്കസ് കൂടും, നമുക്കൊരു വിഗർ ഉണ്ടാവും, ഒരു എനർജി ഉണ്ടാവും, ഭയങ്കര ഹൈ ആയിട്ട് സോഷ്യൽ ആവും. നമ്മുടെ സെക്ഷൽ ലിബിഡോ, നമ്മുടെ സെക്ഷൽ എനർജിയൊക്കെ കൂടും, നമ്മുടെ മൂഡ് ഹൈ ആവും, യൂഫോറിക് മൂഡ് ഉണ്ടാവും, ഹൈ ഹാപ്പിനെസ് മൂഡ് ഉണ്ടാവും. അപ്പം അതൊക്കെയാണ് സ്റ്റിമുലൻസിന്റെ പ്രശ്നം. അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്, പക്ഷെ നിങ്ങൾ നോക്കണമെന്നില്ല, ഞാൻ ചോദിക്കില്ല. സ്റ്റിമുലൻസിന് നെഗറ്റീവ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിമുലന്റ് ആണ്, അലേർട്ട്നെസ് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ അലേർട്ട്നെസ് ഭയങ്കരമായിട്ട് ഹൈ ആകുമ്പോൾ അതിന് പ്രശ്നങ്ങളുണ്ട്. അലേർട്ട്നെസ് ഹൈ ആവാൻ ബ്ലഡ് പ്രഷർ കൂടും, ബോഡി ടെമ്പറേച്ചർ കൂടും,
നമ്മുടെ ബോഡി ഹീറ്റഡ് ആവും. പിന്നെ അലേർട്ട്നസ് വല്ലാണ്ട് കൂടിയാൽ ഇപ്പൊ നമുക്ക് ഭയങ്കര ഹൈപ്പർ വിജിലന്റ് ആകുമ്പോൾ പാരനോയിക് ആവും, ഭയങ്കര സംശയങ്ങൾ വരും, ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നു, അങ്ങനത്തെ പ്രശ്നം. ഇറഗുലർ ഹാർട്ട് ബീറ്റ് ആയിരിക്കും, കാരണം സ്റ്റിമുലേഷൻ ആണ്. അപ്പൊ നമ്മുടെ ബോഡി സ്റ്റിമുലേറ്റ് ആകുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും, അലേർട്ട്നസ് കൂടണമെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടണം, ബ്ലഡ് ഫ്ലോ കൂടണം. ഈ നേരത്തെ പറഞ്ഞ ടെൻഷൻ ഉള്ള ഒരാൾക്ക് അലേർട്ട്നസ് പിന്നെയും കൂടിയാൽ ആൻസൈറ്റി വരും, ചിലപ്പോൾ സീഷേഴ്സ്, ഈ നമ്മുടെ സീഷർ എന്ന് വെച്ചാൽ വായിന്ന് നൊരയും പതൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ വിറച്ച് കിടത്തുന്ന സംഭവം. അതിന്റെ പേര് മലയാളത്തിൽ എന്ന് പറയാം, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അതിന്റെ മലയാളം പേര് കിട്ടുന്നില്ല. ഓക്കെ. പിന്നെ ഹാർട്ട് ഫെയിലർ ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർ. അവർ എക്സ്ട്രീംലി ഹാർട്ട് പമ്പിങ് ഭയങ്കര ഹൈ ആയിട്ട് കൂടുമ്പോൾ പെട്ടെന്ന് ഹാർട്ട് അങ്ങനെ പെട്ടെന്ന് പണിയെടുക്കേണ്ടി വരുമ്പോൾ ഹാർട്ട് ഫെയിലർ ഉണ്ടാവും. അതാണ് സംഭവം, സ്റ്റിമുലൻസിന്റെ പ്രശ്നം. ഓപ്പിയേറ്റ്സ് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, കാരണം 5 മാർക്കിന് മുന്നൊരു പ്രാവശ്യം ഓപ്പിയത്തിനെ കുറിച്ചും ഓപ്പിയം ഡെറിവേറ്റീവ്സിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഓപ്പിയോയിഡ്സ് എന്ന് പറയുന്നത് ഓപ്പിയം എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. പോപ്പി പ്ലാന്റ് എന്ന് പറയുന്ന ഓപ്പിയം സയന്റിഫിക് നെയിമുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പൊ ആ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്ട്രാക്ട് ആണ് ഓപ്പിയം എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ളിൽ നിന്ന് നമ്മൾ ആയുർവേദ മരുന്നൊക്കെ ഉണ്ടാക്കുന്ന ചതച്ചരച്ചിട്ടൊക്കെ അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന് ആക്ച്വലി പണ്ട് കാലത്ത് തൊട്ടിട്ട് ഗ്രീക്ക് കാലത്തല്ലേ പണ്ടത്തെ ഉള്ള ആൾക്കാർക്ക് തന്നെ അറിയാമായിരുന്നു അതിന് ചില എന്തുണ്ട്, ചില ഡ്രഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ചില മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്ത് എക്സ്ട്രീം യൂസേജ് ആകുമ്പോൾ ആണ് അത് അഡിക്ഷൻ ലെവലിലേക്ക് പ്രശ്നമുള്ള സ്ഥലത്തിലേക്ക് വരുന്നത്. അപ്പം ഓപ്പിയത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മോർഫീൻ, ഹെറോയിൻ, കോഡീൻ, പിന്നെ അതുപോലത്തെ കുറച്ച് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പൊ ഓപ്പിയോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പിയം പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന അതിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് കെമിക്കൽ പ്രോസസ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന കുറെ ഡ്രഗ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ജനറലി ഓപ്പിയോയിഡ്സ് എന്ന് പറയുന്നത്. സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആണ് ഓപ്പിയോയിഡ്സ്. നമ്മുടെ സൈക്കോളജിനെ ബാധിക്കുന്ന സബ്സ്റ്റൻസസ് ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെയും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലെയും റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു എഫക്ട്സ് ഉണ്ടാക്കുന്നത്. മോർഫീൻ ഒരു ഓപ്പിയോയിഡ് ഡെറിവേറ്റീവ് ആണ്, ഹെറോയിൻ ഒരു ഓപ്പിയോയിഡ് ഡെറിവേറ്റീവ് ആണ്. ഇത് രണ്ട് മെയിൻ ആയിട്ടുള്ള 2 ഓപ്പിയോയിഡ് ഡെറിവേറ്റീവ്സ് ഇതൊക്കെയാണ്. ഓപ്പിയം അതിന്റെ പ്രധാനപ്പെട്ട 2 ഡെറിവേറ്റീവ്സ് മോർഫീനും ഹെറോയിനുമാണ്. മോർഫീൻ ആക്ച്വലി നമ്മൾ ഹെവി ആയിട്ടുള്ള ഒരു സെഡേറ്റീവും പെയിൻ കില്ലറും ആണ്. ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഹെവി ആയിട്ടുള്ള സർജറികളിലൊക്കെ മോർഫീൻ കൊടുക്കും, പെയിൻ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ആക്ച്വലി ആ രീതിയിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. പക്ഷെ ഈ തരത്തിൽ നല്ല ഹെവി സർജറിയിലോ അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾക്കോ ഒക്കെ മോർഫീൻ കൊടുക്കുമ്പോൾ അത് പെയിൻ കില്ലറായിട്ട് അന്നേരം പറക്കെങ്കിലും ഈ സർജറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് ഇങ്ങനെ ഇത് മോർഫീൻ ഇനിയും വേണം എന്നുള്ള സാധനം. ഈ അടുത്ത് ലോക സിനിമയിൽ പിന്നെ മറ്റേ നെസ്ലിന്റെ ക്യാരക്ടറിന് മോർഫീൻ കുറ്റിയൊക്കെ സീൻ ഉണ്ട്. അപ്പൊ ഭയങ്കര നല്ല രസമുണ്ട് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഭയങ്കര യൂഫോറിക്, വേദന ഒന്നും അറിയാത്ത ഭയങ്കര ഒരു പ്ലഷറബിൾ ഫീലിംഗ് തോന്നുന്നതാണ്. സെഡേറ്റീവ് ആണ്, പെയിൻ കില്ലർ ആണ്. മോർഫീൻ അതിന്റെ അഡിക്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്. ഭയങ്കര പ്ലഷർ ഒക്കെ തോന്നുന്ന ആൾക്കാർ അത് വീണ്ടും വേണം തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും യൂസ് ചെയ്താൽ അഡിക്ഷനിലേക്ക് പോകും. ഓക്കെ. ഹെറോയിൻ എന്ന് പറയുന്നത് ഡയസ്റ്റൈൽ മോർഫിൻ ആണ് അതിന്റെ കെമിക്കൽ നെയിം. ഹെറോയിൻ എന്നുള്ളത് കോമൺ നെയിമാണ്. സ്മാക്ക് എന്നും പറയാറുണ്ട്. ഒരു വൈറ്റ് മണയില്ലാത്ത വിറ്റർ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആണ്, ക്രിസ്റ്റൽ ടൈപ്പ് സാധനമാണ്. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഓപ്പിയം പ്ലാന്റ്, പോപ്പി പ്ലാന്റ്, അതിന്റെ സയന്റിഫിക് നെയിം പ്രപ്പാബർ സോമനിഫെറം. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അത് സ്നോട്ടിങ് വഴി മൂക്കിലൂടെ വലിച്ചിട്ടോ ഇഞ്ചക്ഷൻ ഒക്കെ ആയിട്ടാണ് കുത്തിവെക്കുക. അതൊരു ഓപ്പിയോയിഡ്സ് ഒക്കെ എന്താണ്, ഡിപ്രസന്റ് ആണ്, സെഡേറ്റീവ്സ് ആണ്. അപ്പൊ ബോഡി ഫംഗ്ഷൻ കുറയ്ക്കും, ഹാർട്ട് റേറ്റ് കുറയ്ക്കും, നമ്മുടെ അലേർട്ട്നെസ് കുറയും, ഒരു ക്ഷീണം തോന്നും, ഒരു ഹാപ്പിനെസ് പോലെ സാധനം തോന്നും, ഒരു യൂഫോറിക് ഫീലിംഗ് ഉണ്ടാവും, ഹൈ മൂഡ് ഉണ്ടാവും, സ്ലീപ്പ് വരുത്താനൊക്കെ സഹായിക്കും, ഒരു റിലാക്സേഷൻ കിട്ടുന്ന വരെ തോന്നും. ഓക്കെ. നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത്, നാർക്കോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഓർ റോമൻ ഗോഡ് ഓഫ് സ്ലീപ്പ് ആണ് നാർക്കോസ്. അപ്പൊ ഉറക്കം വരുത്തുന്ന സാധനങ്ങളാണ് നാർക്കോട്ടിക്സ് പൊതുവെ. അങ്ങനെയാണ് അതിന്റെ ഒരു ടേം വരുന്നത്, അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്ന പൊതുവിലുള്ള നാർക്കോട്ടിക്സ് എന്തല്ല, എല്ലാം ഉറങ്ങാൻ സഹായിക്കുന്ന ആൾക്കാരല്ല. ചിലതൊക്കെ തീരെ ഉറക്കില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. നാർക്കോട്ടിക്സിന്റെ പേര് അവിടെ നിന്നാണ് വരുന്നത്. നമുക്ക് ഡ്രൗസിനെസ് ഓർ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരുതരം മരവിപ്പ്, ഇൻസെൻസിറ്റിവിറ്റി, ഒരു സെൻസേഷൻ കിട്ടാത്തൊരവസ്ഥ, മൊത്തം മരവിച്ച അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്ന, സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന, ഡ്രൗസിനെസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് നാർക്കോട്ടിക്സ്. അത് പൊതുവെ ഓപ്പിയോയിഡ് ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ. നാർക്കോട്ടിക്സ്. ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ബാർബിറ്റുറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്. അതിനെ പ്രോസസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന മറ്റ് ഡിപ്രസന്റ് ഡ്രഗ്സ് ആണ്. അഗൈൻ ഡിപ്രസൻസ് ഓർ സെഡേറ്റീവ്സ് ക്ലാസ്സിലാണ് ഓപ്പിയോയിഡ്സും ബാർബിറ്റുറേറ്റ്സും വരിക. അത് ആൽക്കഹോളും ഓപ്പിയോയിഡ്സും ബാർബിറ്റുറേറ്റ്സും ചെറുതാണ്, ഡിപ്രസന്റ് ഓർ സെഡേറ്റീവ്സ് ക്ലാസ്സിൽ വരുന്നതാണ്. ബാർബിറ്റുറിക് ആസിഡ് എന്ന് പറയുന്ന കെമിക്കലിൽ നിന്ന് ഉണ്ടാക്കുന്ന, അതിനെ പ്രോസസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ് ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്നത്. അവർ നമ്മൾ മെഡിക്കലി യൂസ് ചെയ്യുന്നത് ആൻസൈറ്റി ഡ്രഗ് ആയിട്ട്, ഹിപ്നോട്ടിക് ഡ്രഗ് ആയിട്ട്, ആന്റി കൺവൾസൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിന് അഡിക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് അത് പ്രശ്നമാണ്. മെഡിക്കൽ യൂസിൽ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ അത് ഡോസേജ് കൂടിപ്പോയാൽ അല്ലെങ്കിൽ ഹെവി ആയിട്ട് യൂസ് ചെയ്യേണ്ടി വന്നാലൊക്കെ അഡിക്ഷൻ അവർക്ക് വീണ്ടും അത് യൂസ് ചെയ്യാനൊക്കെ തോന്നും. സീജറിൽ നേരത്തെ പറഞ്ഞ പോലെ സീജർ
ട്രീറ്റ് ചെയ്യാനും കൺവെൻഷൻ ഫിഷർ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന കൺവെൻഷൻ ട്രീറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അനസ്തേഷ്യക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. എപ്പിലെപ്സി, അപസ്മാരം, ഫിഷറും എപ്പിലെപ്സിയൊക്കെ അപസ്മാരമായിട്ട് ബന്ധപ്പെട്ട സാധനം. നേരത്തെ എനിക്ക് പേര് കിട്ടില്ല. അപ്പൊ എപ്പിലെപ്സി, അപസ്മാരം, ഫിഷറിന് വേണ്ടിയിട്ട് അനസ്തേഷ്യ സർജറി ചെയ്യുമ്പോൾ അനസ്തേഷ്യക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ബാർബിറ്റുറേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ബാർബിറ്റുറേറ്റ്സ് ആക്ച്വലി എഫക്ട് ചെയ്യുന്നത് ഗാബ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ റിസപ്റ്റേഴ്സിനെയാണ്, അതിന്റെ പാത്വേനെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഓപ്പിയോയിഡ്സ് ആരെയാണ്, പിന്നെ ഡിപ്രസൻസ് കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് സെറോട്ടോണിന്റെ ഹലുസിനോജൻസ് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. സെറോട്ടോണിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ടാണ് ഹലുസിനേഷൻസ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ബാർബിറ്റുറേറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഗാബ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ എഫക്ട് ചെയ്തിട്ടാണ്. കൊക്കെയിൻ എന്ന് പറയുന്നത് കൊക്ക പ്ലാന്റ്, എറിത്രോക്സൈലം കൊക്ക. നമ്മളെ കമലഹാസന്റെ വിക്രം എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളി ഒരു ഡ്രഗ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, കൺഫേം എറിത്രോക്സൈലം കൊക്ക എന്ന് പറഞ്ഞ ഡ്രഗ് ആണ് കൺഫേം ചെയ്ത് പറയുന്നത്. അപ്പൊ എറിത്രോക്സൈലം കൊക്ക എന്ന് പറഞ്ഞ കൊക്ക പ്ലാന്റിൽ നിന്നും കൊക്ക ആൽക്കലോയിഡ് എന്ന് പറയുന്ന കുറെ ആൽക്കലോയിഡ് കോമ്പണൻസിൽ ഒരു കോമ്പണന്റ് ആണ് കൊക്കെയിൻ. അത് ആക്ച്വലി ഹൈലി അഡിക്റ്റീവ് കപ്പാസിറ്റി സാധനമാണ്. ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ട്രാൻസ്പോർട്ടിനാണ് എഫക്ട് ചെയ്യുക. കോക്ക് ട്രാക്ക് എന്നൊക്കെ കൊക്കെയിനെ കുറിച്ച് പൊതുവിൽ പറയാറുണ്ട്. സെൻട്രൽ nervous system ഭയങ്കര സ്റ്റിമുലേറ്റീവ്. ഇത് സ്റ്റിമുലൻസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആൽക്കഹോൾ, ഓപ്പിയോയിഡ്സ്, ബാർബിറ്റുറേറ്റ്സ് ഒക്കെ ഡിപ്രസൻസ് ആൻഡ് സെഡേറ്റീവ്സ് ആണ്. കൊക്കെയിൻ ഒരു സ്റ്റിമുലന്റ് ആണ്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഹൈ എനർജി തോന്നും, ഭയങ്കര ഒരു ഇൻക്രീസ്ഡ് മൂഡ് തോന്നും, ഹൈ ഹാപ്പിനെസ് തോന്നും, ഭയങ്കര എലിവേറ്റഡ് സെൻസ് ഓഫ് ഒക്കെ തോന്നും. ചിലപ്പോൾ ഹൈപ്പർ വിജിലൻസ്, അലർട്ട്നെസ് കൂടിപ്പോവുകയും ചെയ്യും. അപ്പൊ ഭയങ്കരമായിട്ട് കൊക്കെയിൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ ഹാലുസിനേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. പൊതുവെ ഹാലുസിനോജൻസിന്റെ ക്ലാസ്സിലല്ല കൊക്കെയിൻ നമ്മൾ പെടുന്നത്, സ്റ്റിമുലൻസിലാണ്. അതിന്റെ പ്രൈമറി എഫക്ട് എന്താണ്? സ്റ്റിമുലേഷൻ എന്നുള്ളതാണ്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കൂട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കൊക്കെയിൻ യൂസേഴ്സിൽ. പിന്നെ ഓരോ സ്ട്രോക്ക്, കാർഡിയോ, ലങ്സിനെ ഹാർട്ടിനൊക്കെ ബാധിക്കുന്ന രോഗങ്ങൾ, ഹാർട്ട് സ്ട്രോക്ക്, ഹൃദയാഘാതം ഉണ്ടാവുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളിലേക്ക് കൊക്കെയിൻ എത്തിക്കാറുണ്ട് നമ്മുടെ ബോഡീനെ. ആംഫിറ്റമിൻ എന്ന് പറയുന്നത് അഗൈൻ ഒരു സ്റ്റിമുലന്റ് ആണ്. ADHD ട്രീറ്റ്മെന്റിൽ നാർക്കോലെപ്സി, ഉറക്കമില്ലായ്മ, ഒബീസിറ്റിയിലൊക്കെ ആംഫിറ്റമിൻ യൂസ് ചെയ്യാറുണ്ട് ട്രീറ്റ്മെന്റ്. പക്ഷെ ഈ പറഞ്ഞാൽ അത് യൂസ് ചെയ്ത ആൾക്കാരിൽ എന്ത് ചെയ്യും, പിന്നെ അത് വേണമെന്ന് ഭയങ്കരമായിട്ട് തോന്നും. അപ്പൊ ആ സ്റ്റിമുലന്റ് ആയതുകൊണ്ട് ഹൈ എനർജി തോന്നുന്നുണ്ട്, നല്ലൊരു എലവേറ്റഡ് സെൻസ് ഓഫ് ഹാപ്പിനെസ് ഒക്കെ തോന്നുന്നതുകൊണ്ട് അത് പിന്നെ യൂസ് ചെയ്യണമെന്നൊക്കെ തോന്നും. അപ്പൊ അങ്ങനെയാണ് അഡിക്ഷനിലേക്ക് പോകുന്നത്. പിന്നെ പണ്ട് ആംഫിറ്റമൈൻ എന്ന് പറഞ്ഞ ഡ്രഗ് നമ്മുടെ മൂക്കിന്റെ നാസൽ കൺജഷൻ, മൂക്കടഞ്ഞു പോകുക, അങ്ങനത്തെ വേണ്ടിയിട്ട് ചെറിയ ഡോസിൽ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അങ്ങനെ യൂസ് ചെയ്ത ആൾക്കാരിലൊക്കെ പിന്നെ ഈ അഡിക്ഷൻ വീണ്ടും യൂസ് ചെയ്യാനൊക്കെ തോന്നിയിട്ട് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. ആംഫിറ്റമൈൻ പല സ്പോർട്സ് പേഴ്സൺസ്, അത്ലറ്റ്സും മിസ്യൂസ് ചെയ്തിട്ട് പിന്നെ ലഹരി, ഈ സ്പോർട്സ് കഴിഞ്ഞിട്ട് അതിന്റെ ഒളിമ്പിക്സ് എല്ലാം കഴിഞ്ഞാൽ ഒരു ലഹരി ടെസ്റ്റ് നടത്തും. അങ്ങനെ ലഹരി ടെസ്റ്റ് നടത്തുമ്പോൾ ആംഫിറ്റമൈൻ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ അവരെന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈ ചെയ്യും. ബിക്കോസ് അത് ഹൈ എനർജി തരുന്ന, നല്ല മൂഡ് തരുന്ന, ഭയങ്കര എലിവേറ്റഡ് സെൻസ് ഓഫ് ഹാപ്പിനെസ് ഒക്കെ തരുന്ന ഒരു ഡ്രഗ് ആണ്. ഭയങ്കരമായിട്ട് നമ്മളെ ക്ഷീണം തോന്നില്ല. അപ്പൊ അങ്ങനെ അവരുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യും ആംഫിറ്റമൈൻ. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. മെത്താംഫിറ്റമിൻ, ഈ ആംഫിറ്റമിന്റെ കൂടെ മെത്തൈലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും കൂടെ നടക്കുമ്പോൾ മെഥൈൽ ആംഫിറ്റമിൻ എന്ന് പറയുന്ന സാധനത്താണ് നമ്മൾ മെത്താംഫിറ്റമിൻ, ക്രിസ്റ്റൽ മെത്ത് എന്നൊക്കെ പറയാം. അതും ഒരു സ്റ്റിമുലന്റ് തന്നെയാണ്. ഇത് റിക്രിയേഷണൽ ഡ്രഗ് ആയിട്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. റിക്രിയേഷൻ ഡ്രഗ് എന്ന് വെച്ചാൽ പാർട്ടികളിൽ, പൊതുവിലുള്ള സ്ഥലങ്ങളിൽ അവർക്കൊരു അങ്ങനത്തെ മൂഡ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന റിക്രിയേഷണൽ ഡ്രഗ് ആയിട്ട്. പിന്നെ ADHD ഡിസോർഡറിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിക്കൽ യൂസേജ്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് പിന്നെ അഡിക്ഷൻ ഉണ്ടാക്കാൻ തുടങ്ങി, കുറെ ആൾക്കാരെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി, അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഭയങ്കരമായിട്ട് അതൊരു വലിയ പ്രശ്നമായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അതാണ് പിന്നെ ഈ ഭയങ്കര ലഹരി മാഫിയൊക്കെ ആ രീതിയിലേക്ക് അതിനെ യൂസ് ചെയ്ത് മിസ്യൂസ് ചെയ്ത് കുറെ ആൾക്കാരുടെ ലൈഫിൽ വെറുതെ നശിപ്പിച്ച്. പാർക്കിൻസൺസ് എന്ന് പറഞ്ഞൊരു ഡിസീസ് ഉണ്ട്, നമ്മുടെ മോട്ടോർ കൺട്രോൾ ഒക്കെ ബാധിക്കും, കൈ ഒക്കെ മൂവ് ചെയ്യുക, ബോഡിയുടെ സ്പീഡ് കുറയുക, അങ്ങനത്തെ ഒരു ഡിസീസാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കാൻ മെത്താംഫിറ്റമിൻ കാരണമാവാറുണ്ട്. എപ്പോഴും നമ്മൾ ഒരു ഡ്രഗിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ഒരു ഡ്രഗ് ആണ്, അതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ് ആണ് എന്ന് എഴുതുക. അത് സ്റ്റിമുലന്റ് ആണോ, ഡിപ്രസന്റ് ആണോ, ഹാലുസിനേഷൻ ഉണ്ടാക്കുന്നതാണോ, ഇൻഹേലന്റ് ആണോ, അങ്ങനെ എന്തെങ്കിലും എഴുതുക. പിന്നെ അതിന്റെ മെയിൻ ഒരു പ്രോപ്പർട്ടി, എന്താണ് ചെയ്യുന്നത്, എന്തെങ്കിലും ഡിസീസ് ഉണ്ടാക്കാൻ അത് കാരണമാവോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടാക്കുന്നതാണോ, ഇങ്ങനത്തെ ഒരു 1, 2, 3 ഈ പറഞ്ഞ 2-3 പോയിന്റ്സ് എഴുതിയാൽ ഇത് 2 മാർക്കിന് ചോദിക്കാൻ പറ്റും. ഈ ഡ്രഗ്സ് ഒക്കെയും ഏതെങ്കിലും ഒരു ഡ്രഗിനെ കുറിച്ച് 2 മാർക്കിന് ചോദിക്കും. ഇന്നത്തെ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഏതൊക്കെ ഒരു ഡ്രഗിനെ കുറിച്ച് ആ ഡ്രഗിന്റെ പേര് അവിടെ തരും, അല്ലെങ്കിൽ സ്റ്റിമുലന്റ്, ഡിപ്രസന്റ് ഒക്കെ ക്ലാസിന്റെ പേര് അവിടെ തരും. അതിനെക്കുറിച്ച് 2 മാർക്ക് തരാൻ പറഞ്ഞാൽ ഒരു 3 പോയിന്റ് 4 പോയിന്റ് മതി. അപ്പോൾ ആദ്യം അതൊരു ഡ്രഗ് ആണെന്നത്, ഏതെങ്കിലും ഒരു പ്ലാന്റിൽ നിന്ന് എടുത്താണെങ്കിൽ അത് സ്റ്റിമുലന്റ് ആണോ, ഡിപ്രസന്റ് ആണെന്നത്, അതിന് വേറെ എന്തെങ്കിലും ഡിസീസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ടോ എന്നൊക്കെ തന്നെ ആ മാർക്ക് ഫുള്ളായിട്ട് കിട്ടും.
മെത്താംഫെറ്റമിൻ ഈ പറഞ്ഞ വിശപ്പ് ഉണ്ടാവില്ല, പിന്നെ കുറച്ച് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ പിന്നെ വിശപ്പ് തോന്നാത്ത അവസ്ഥ വരും, ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും, ഭയങ്കര എനർജി ആയിട്ട് തോന്നും. സ്റ്റിമുലൻസിന്റെ പ്രശ്നമാണ്, ഭയങ്കര മാനിയാക്കലായിരിക്കും, ഭയങ്കര ഐഡിയാസ് ആയിരിക്കും, അത് ചെയ്യുക ഇത് ചെയ്യുക, അവർക്ക് ഭയങ്കര എനർജി ആയിരിക്കും, ക്ഷീണം ഉണ്ടാവില്ല, ഉറക്കുണ്ടാവില്ല, പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. ഹാലുസിനോജൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഹാലുസിനേഷൻസ് ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ്. അത് കുറെ ആ ക്ലാസ്സിൽ തന്നെ കുറെ ഡ്രഗ്സ് വരുന്നുണ്ട്. പിന്നെ സൈക്കഡെലിക്സ് ആണ് അതിന് പൊതുവെ പറയാം. നമ്മുടെ മൂഡ് ആൻഡ് തോട്ട് ആൻഡ് ഫീലിങ്സ്, പ്രത്യേകിച്ചും പെർസെപ്ഷൻസ് ഇല്ലാത്തതുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും, ഭയങ്കര കളർഫുൾ ആയിട്ട് കാണാൻ, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് ഹാലുസിനോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാബ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, അതുപോലെ പ്രധാനമായിട്ട് സെറോട്ടോണിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ നെറ്റ്വർക്കിനെ ബാധിച്ചിട്ടാണ് ഈ ഹാലുസിനേഷൻസ് ഉണ്ടാക്കുക. LSD എന്ന് പറയുന്നത് ലിസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് ആണ്, സൈക്കഡലിക് ആണ്, ഇത് ഹാലുസിനോജൻ ആണ്. പിന്നെ ഇന്റൻസിഫൈഡ് തോട്ട്സ്, ഭയങ്കര ഇന്റൻസ് തോട്ട്, ഭയങ്കര ഐഡിയാസ്, ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഹൈ എനർജി, ഭയങ്കരമായിട്ട് കുറെ എന്തൊക്കെയോ കണക്ഷൻ കിട്ടുന്നൊക്കെ തോന്നുക, ഭയങ്കര ഇന്റൻസ് ഇമോഷൻസ്, ഭയങ്കര ദേഷ്യം, ഭയങ്കര സന്തോഷം, ഭയങ്കര സങ്കടം, പെട്ടെന്ന് ഭയങ്കരമായിട്ട് കരച്ചിൽ, അതൊക്കെ സൈക്കഡലിക്സിന്റെ ഒരു എഫക്റ്റ് ആണ്. പിന്നെ ഹൈ ഡോസിലൊക്കെ LSD എടുത്താൽ ഭയങ്കര ഹാലുസിനേഷൻസ് ഉണ്ടാവും, പീപ്പിൾസ് ഒക്കെ ഭയങ്കര ഡൈലേറ്റഡ് ആയിട്ട് ഭയങ്കര റിലാക്സ്ഡ്, ഭയങ്കര അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് ആൾക്കാർ അതുകൊണ്ട് വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ബോഡി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. PCP എന്താണ്? ഫെൻസൈക്ലിഡിൻ എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ആണ്. ഫിനൈൽ സൈക്ലോഹെക്സൈൽ പിപ്രിഡിൻ എന്നും ഫുള്ളായിട്ട് പറയാൻ പറ്റും. കംപ്ലീറ്റ്ലി കെമിക്കലി പറയുകയാണെങ്കിൽ ഫിനൈൽ സൈക്ലോഹെക്സൈൽ പിപ്രിഡിൻ എന്ന് പറഞ്ഞ സാധനമാണ്, കെമിക്കൽ പ്രോസസ് ഉണ്ടാക്കുന്നതാണ്. അതിന്റെ വേറെ നെയിംസ് ആണ് ഏഞ്ചൽ ഡസ്റ്റ്, കില്ലർ വീട് എന്നൊക്കെ പറയുന്നത്. അത് ലിക്വിഡ് ആയിട്ട്, പൗഡർ ആയിട്ട്, ടാബ്ലറ്റ് ആയിട്ട്, ക്യാപ്സുൽ ആയിട്ടൊക്കെ വരുന്നുണ്ട്. PCP ഹൈലി ഡേഞ്ചറസ് ആണ്, ഹൈലി അഡിക്റ്റീവ് ആണ്. അപ്പൊ അത് വിഴുങ്ങാറുണ്ട്, പിന്നെ ഇൻജെക്ട് ചെയ്യാറുണ്ട്, മണക്കാറുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പൗഡർ ആയിട്ടുള്ള സാധനം സിഗരറ്റിനൊക്കെ വെച്ചിട്ട് അതിന്റെ കൂടെ വെച്ചിട്ട് കത്തിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ്, എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. ഒറ്റ യൂസ് തന്നെ ചിലപ്പോൾ നമ്മുടെ ബോഡി കട്ടായി പോകാനൊക്കെ സാധ്യത ഉണ്ട്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, കോമ ഒക്കെ ഉണ്ടാവാറുണ്ട് യൂസ് ചെയ്ത ആൾക്കാരിൽ. ഈ ഡോസിലൊക്കെ ഒറ്റ യൂസ് കൊണ്ട് കോമയിലൊക്കെ ആയിപ്പോയിട്ടുള്ള ആൾക്കാരുണ്ട്, ഡെത്ത് ആയിപ്പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കന്നബിസ് നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് പറയുന്ന കഞ്ചാവ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, കന്നബിസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. കന്നബിസ് സറ്റൈവ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ആ ചെടി കൃഷി നടത്തിയിട്ട് ആ ചെടിയുടെ ലീവ്സ് ഇതൊക്കെ എടുത്തിട്ട് അതിന് പൗഡർ ആക്കുക, അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ് വഴി അതിന്റെ മരുന്നെടുക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ കന്നബിസ് പ്ലാന്റിന്റെ എക്സ്ട്രാക്റ്റിൽ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട് THC എന്ന് പറയുന്നത്, ടെട്രാ ഹൈഡ്രോ കനബിനോൾ എന്ന് പറയുന്ന ഒരു സൈക്കോ ആക്റ്റീവ് കോമ്പൗണ്ട് ഉണ്ട്. അതാണ് ആക്ച്വലി ഇതിന്റെ ഈ കഞ്ചാവിലൊക്കെ ഉള്ള മെയിൻ ഡ്രഗ് പ്രോപ്പർട്ടി ഉള്ള അല്ലെങ്കിൽ അഡിക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ള സാധനമായിട്ട് മാറുന്നത്. കനബിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ആണ്. അത് കനബിസ് സറ്റൈവ എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ ഇൻഫ്ലോറസൻസ് എടുക്കുന്നതാണ്. ഇൻഫ്ലോറസൻസ് വെച്ചാൽ അതിന്റെ പൂക്കളും അതൊക്കെ. അപ്പൊ ഫ്ലവർ ടോപ്സും അതിന്റെ ഇലകളും പിന്നെ റെസിൻ, നമ്മുടെ ചില മരത്തിലൊക്കെ കറകൾ കാണുമല്ലേ, അതിന്റെ ബാർക്കിൽ ഇങ്ങനെ ഒരു കറ പോലത്തെ സാധനം, അങ്ങനത്തെ യൂസ് ചെയ്തിട്ട് അത് പല പല കോമ്പിനേഷനിൽ യൂസ് ചെയ്തിട്ടാണ് മരിജുവാന, ഹഷിഷ്, ചരസ്, ഗഞ്ച എന്നൊക്കെ പറഞ്ഞ കെമിക്കൽസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ സ്മോക്ക് ചെയ്യും, വാപ്പറൈസ് ചെയ്തിട്ട് മണക്കും, ഫുഡിൽ ചേർത്തിട്ടൊക്കെ ചെയ്യും. അങ്ങനെ പലതരത്തിലത് യൂസ് ചെയ്യും. ഡേഞ്ചറസ് ആണ്, സ്ലോ എഫക്റ്റ് ആണ്. സ്ലോ ഡേഞ്ചറസ് ആയതുകൊണ്ട് ആൾക്കാർ ഇത് വലിയ കുഴപ്പമില്ലാന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യും. ഭയങ്കര പ്രശ്നമാണ്, നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് അതിന് ഡിപ്പെൻഡന്റ് ആവും, ഭയങ്കരമായിട്ട് നമുക്ക് പിന്നെ അഡിക്ഷനൊക്കെ വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ കനബിസ് എന്ന് പറയുന്നതിന് കുറെ എഫക്റ്റ് ഈ പറഞ്ഞ കനബിസ് എന്തായിട്ടാണ് വരുന്നത്, ഒരു സ്റ്റിമുലന്റ് പോലത്തെ രീതിയിൽ ആക്ട് ചെയ്യും. ചില ആൾക്കാരിൽ നേരെ തിരിച്ച് ഡിപ്രഷൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഹൈ ഡോസേജിൽ ഹാലുസിനേഷൻസ് ഒക്കെ ഉണ്ടാവും. ഹൈ ഡോസേജ് അലേർട്ട്നെസ് കൂടുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ പാനിക് അറ്റാക്ക് പോലത്തെ സാധനം ഉണ്ടാവും, ഭയങ്കര കാരണമായ സംശയ രോഗങ്ങൾ, സൈക്കോട്ടിക് എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടാവും. ഹഷിഷ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാനബിനോയിഡ്സിൽ വരുന്ന ഒരു കാര്യമാണ്, കാനബിസ് കോമ്പൗണ്ടിലുള്ള ഒന്നാണ്. ഹാഷ് എന്ന് പറയാറുണ്ട്. അതിൽ കുറച്ചുകൂടി പ്യൂരിഫൈഡ് പ്രിപ്പറേഷനിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ കാനബിസ് എന്ന് പറയുന്ന ചെടിയിലുള്ള കറ റെസിൻസ് ഉണ്ടാവും, മരത്തിന്റെ ബാർക്കോട് ചെറുങ്ങനെ ഇങ്ങനെ കറ പോലെ ചെയ്ത് വരുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഹാഷ് ഭയങ്കര എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. ഈ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നുണ്ടൊക്കെ. അതുമായിട്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഒക്കെ കാണാം. ഹാഷ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ട് അത് ടെററിസത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിലാണ്. ഓപ്പിയം ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ഒരു പ്രാവശ്യം 5 മാർക്കിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഓപ്പിയം എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഓപ്പിയം എന്ന് പറയുന്നത് പപ്രാവർ സോമനിഫർ എന്ന് പറയുന്ന
ഓപ്പി പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ഓപ്പിയം പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ആ ചെടിയിലുള്ള ഒരു കോമ്പൗണ്ടാണ് ഓപ്പിയം. ഓപ്പിയം എന്ന് പറയുന്ന കോമ്പൗണ്ട് തന്നെ പലതരത്തിൽ കെമിക്കലി എക്സ്ട്രാക്ട് ചെയ്തിട്ട് പലതരം കോമ്പൗണ്ട്സ് ഉണ്ടാക്കാറുണ്ട്. അതിൽ പെടുന്നതാണ് മോർഫിൻ, ഹെറോയിൻ, കോഡീൻ, ഡെബൈൻ, ഓക്സിക്കോഡോൺ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഓപ്പിയം ഡെറിവേറ്റീവ്സ്. ഓപ്പിയം ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. ഓപ്പിയവും അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള മോർഫിൻ, കോഡീൻ, ഡെബൈൻ, ഹെറോയിൻ, ഓക്സിക്കോഡോൺ, ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പിയം ഡെറിവേറ്റീവ്സിൽ പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മോർഫിനെ, ഹെറോയിനെ കുറിച്ചും എന്തായാലും പറഞ്ഞിരിക്കണം. ടെക്സ്റ്റിൽ ഈ ഓക്സീനും മോർഫിനും ഹെറോയിനാണ് റെഫറൻസ് ടെക്സ്റ്റിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടത്. കോഡീൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഡെബൈൻ, ഓക്സിക്കോഡോൺ റെഫറൻസ് ടെക്സ്റ്റ് ഇല്ല. പക്ഷേ ഓപ്പിയം ഡെറിവേറ്റീവ്സ് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓപ്പിയം ഡെറിവേറ്റീവ്സ് വെച്ച് എന്ത് എഴുതണം? ഓപ്പിയം എന്താണെന്ന് എഴുതണം. ഓപ്പിയം എന്ന് പറഞ്ഞാൽ പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഓപ്പിയം എന്ന് പറയുന്നത്. ഓപ്പിയം എന്ന് പറയുന്നത് ഓപ്പിയം എന്താണ് ഒരു ഡിപ്രസന്റ് ഓർ സെഡേറ്റീവ് ടൈപ്പിൽ വരുന്നതാണ് ഓപ്പിയോയിഡ്സ് എന്ന് പറയുന്നത്. നോക്കിയിട്ടുണ്ട്. സെഡേറ്റീവ്സിൽ നോക്കിയാൽ ഓപ്പിയോയിഡ്സ് ഒക്കെ സെഡേറ്റീവ്സ് ഓർ ഡിപ്രസൻസ് വരുന്നതാണ്. അപ്പോൾ ആ പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓപ്പിയം എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് മറ്റ് എക്സ്ട്രാക്ട് അതിന്റെ കെമിക്കൽ പ്രോസസ് ഉണ്ടാക്കുന്ന മറ്റ് ചില ഡ്രഗ്സ് ആണ് മോർഫിൻ, കോഡീൻ, ഡെബൈൻ, ഹെറോയിൻ, ഓക്സിക്കോഡോൺ എന്നൊക്കെ പറഞ്ഞത്. ഇതിന്റെയൊക്കെ ജനറലി എന്നിട്ട് ഇതിനെ കുറിച്ച് എഫക്ട്സ് അതായത് സെഡേറ്റീവ്സ് ആണ്. അപ്പോൾ ഡിപ്രസൻസിന്റെ ഒരു ജനറൽ ക്യാരക്ടേഴ്സ് ഏതാ? മോർഫിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. മോർഫിൻ എന്താണ്, ഹെറോയിൻ എന്താണെന്നൊക്കെ എഴുതിയാൽ എന്തായി? 5 മാർക്കിന് സംഭവമായി. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഡ്രഗ്സ് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിലുള്ള പ്രധാനപ്പെട്ട ഈ പാർട്ടിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസൽ ഫാക്ടേഴ്സ് ആണ്. ആൽക്കഹോൾ ഡിപ്പെൻഡൻസ്, ആൽക്കഹോളിന്റെ ഡ്രഗ്സ് നമ്മൾ മറ്റ് ഡ്രഗ്സ് ഒക്കെ പറഞ്ഞു. നമുക്ക് പ്രധാനപ്പെട്ട പറയാനുള്ളത് ആൽക്കഹോളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആൽക്കഹോൾ ഡിപ്പെൻഡൻസ്, ആൽക്കഹോൾ അബ്യൂസ്, പിന്നെ ആൽക്കഹോളിന്റെ യൂസേജിലുള്ള കോസൽ ഫാക്ടേഴ്സ്, ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ്, സൈക്കോസോഷ്യൽ കോസൽ ഫാക്ടേഴ്സ്, സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ്, അതുപോലെ ഡ്രഗിന്റെ യൂസിൽ ഈ പറഞ്ഞ കോസൽ ഫാക്ടേഴ്സ്. ഇത് കഴിഞ്ഞ ഈ പാഠം കംപ്ലീറ്റ് ആവും. അത് ഒക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. കോസൽ ഫാക്ടേഴ്സ് ആണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ നമ്മളിപ്പം ഓൾറെഡി കവർ ചെയ്ത ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഡ്രഗ്സിന്റെ ക്ലാസ്, ആ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും 2 മാർക്കിന് ഏതെങ്കിലും ഒരു ഡ്രഗോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് ഡ്രഗിനെ കുറിച്ചൊക്കെ സ്ഥിരമായിട്ട് ചോദ്യം കാണുന്നുണ്ട്. പിന്നെ 2 ക്ലാസ് തമ്മിൽ സ്റ്റിമുലൻസും ഡിപ്രസൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ആൽക്കഹോളും, ആൽക്കഹോൾ ഡിപ്പെൻഡൻസും, ആൽക്കഹോൾ അഡിക്ഷനും അതിന്റെ കോസൽ ഫാക്ടേഴ്സും ആണ് ഇനി ഇന്ന് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിട്ട്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം, ഗ്രൂപ്പിൽ ചോദിക്കാം. ഇതെന്താണ്, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഏതെന്ന് ചോദിക്കാം. എന്തായാലും ആയിട്ട് പഠിക്കുക. പെരുന്നാളൊക്കെ വരുന്നുണ്ട്, ലീവ് ഉണ്ട്. അതിനിടയിൽ പഠിത്തം നല്ല നല്ല ചെയ്ത് പോവാം. അല്ലെങ്കിൽ പെട്ടെന്ന് 1-2 ദിവസം കൂടി പഠിച്ചു തീർക്കേണ്ടി വരും. അതായത് നോക്കട്ടെ. ഈ പാഠത്തിന് അത്യാവശ്യം മാർക്ക് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടും. ഒരു 60-ൽ 15 മാർക്കിന്റെ അടുത്തേക്ക് ഈ പാഠത്തിന് വരും. 10-15 മാർക്ക് എന്തായാലും ഈ പാഠത്തിനാണ് കിട്ടുക. ഈ പാഠം ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും നന്നായിട്ട് ഈ പാഠം നോക്കുക. ഈ പാഠം കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പമാണ്. കാരണം മറ്റ് പാഠങ്ങളിലും സെക്കൻഡ് പാഠം, തേർഡ് പാഠമായിട്ടുള്ള മൂഡ് ഡിസോർഡേഴ്സ്, സെക്കൻഡ് സ്കിസോഫ്രീനിയ ആൻഡ് അതർ ഡിസോർഡേഴ്സ്, 4th ചാപ്റ്ററിൽ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, അതിലൊക്കെ DSM ക്രൈറ്റീരിയ കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഭയങ്കരമായിട്ട് ചോദിക്കാൻ സാധ്യത കുറവാണെങ്കിൽ DSM ക്രൈറ്റീരിയ പോലത്തെ കുറെ കാര്യങ്ങളുണ്ട്. സിംറ്റംസ്, ട്രീറ്റ്മെന്റ് ഒക്കെ കുറെ പഠിക്കാനുണ്ട്. ഈ പാഠം കുറച്ചുകൂടി അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പാഠത്ത് പരമാവധി മാർക്ക് വാങ്ങിക്കാൻ നമ്മൾ നോക്കണം. എന്തായാലും പഠിത്തം നടക്കട്ടെ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ചോദിക്കാം. സംശയങ്ങളൊക്കെ എഴുതി വെക്കുക. ഗ്രൂപ്പിൽ ചോദിച്ചെന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ക്ലാരിഫൈ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു.